ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഗ്രാൻഡായിട്ട് നല്ലത് സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു, പിന്നെ ജസ്റ്റ് ഒരു കേക്കൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അത് അറിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഒന്നും ഞാൻ കൊടുത്തു എന്നാണ്. ആൻഡ് ഇന്ന് ഞാൻ വിചാരിച്ചൊരു സർപ്രൈസല്ല, ചെറുതായിട്ട് അറിയാൻ തോന്നുന്നു. കാരണം ഞാൻ ഇത്രയും നേരം പിടിച്ചു വെച്ചു, ലൈക്ക് എന്താണ് അങ്ങനെ ഞാൻ കൊടുക്കുന്നൊന്നും ഇല്ലായിരുന്നു. പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ മാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഓൾറെഡി 2-3 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ നല്ലതായിട്ട് കേക്കൊക്കെ ലൈക്ക് ബേക്കൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഞാൻ ആൻറ്റിക്ക് ഓർഡർ എടുത്തു, ആൻറ്റി എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ അച്ഛനും കറക്റ്റായിട്ട് വീട്ടിലും ഇല്ല, അപ്പം ഡെക്കറേഷനും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. അവർ വരുമ്പോഴത്തേനും ജസ്റ്റ് കേക്ക് ജസ്റ്റ് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പുറത്ത് പോകുമെന്ന് ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു, അറിയത്തില്ല. അമ്മ പറഞ്ഞ് എന്തോ ഉടായ്പുണ്ട്, എന്തെങ്കിലും ബേക്കറി പോകാനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറിയാൻ തോന്നുന്നു ചെറുതായിട്ട്. അമ്മ പറഞ്ഞ് എൻ്റെ ഉടായ്പൊന്നും ഇതാക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. സർപ്രൈസ് ആണെന്നൊരു തോന്നില്ല എൻ്റെ. പിന്നെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സർപ്രൈസ് ഒന്നും അങ്ങനെ കുറച്ച് നാളും ഇതാക്കി വെക്കാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പം എന്താണ് കേക്ക് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, അപ്പോൾ തുറന്നു നോക്കണം. ദെൻ പിന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു 2 ആഴ്ച മുമ്പ് കൊടുത്തു. ഞാൻ 2 ഡ്രസ്സ് മേടിച്ച് കൊടുത്തായിരുന്നു. അമ്മയ്ക്കൊരു ടോപ്പും അച്ഛനൊരു ഷർട്ടും ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് ഓൾറെഡി അറിയാം. അച്ഛൻ എന്നാൽ എന്തായാലും കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ പോയി അതിന് ഗിഫ്റ്റ് കൊടുത്തു. ആൻഡ് അത് ഇന്ന് ഇടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഡിപ്പെൻസ്. പിന്നെ എന്തായാലും അമ്മ അച്ഛനും കൂടി പുറത്ത് പോയേക്കുവാണ്. അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയേക്കുവാണ്. അപ്പോൾ വരുമ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനും പ്ലാനുണ്ട്. അപ്പോൾ ഈ ഒരു ആചാരം തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്, ഞാനായിട്ട് തുടങ്ങിയതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവരുടെ 25th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് രാവിലെയാണ് പ്ലാൻ ചെയ്തത്. രാവിലെയാണ് തലേദിവസമാണ് പ്ലാൻ ചെയ്തത്. ലൈക്ക് 25th ആണ്, എന്തെങ്കിലും കൊടുക്കാം. സാധാരണ അങ്ങനെ തോന്നാറില്ല, ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇടും, അങ്ങനെ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് പിന്നെ പെട്ടെന്ന് കേക്ക് സെറ്റാക്കി അത് കടയിൽ പോയി മേടിച്ചു. പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റാക്കി. അങ്ങനെ ഇപ്രാവശ്യം ക്യാഷ് ബഡ്ജറ്റ് ഇല്ലായിരുന്നു. എൻ്റെ ബഡ്ജറ്റിൽ പറ്റുന്ന സംഭവം വെച്ച് ഞാൻ ഡ്രസ്സ് മേടിച്ചു ആൻഡ് കേക്ക് സെറ്റാക്കി. ഉള്ളപ്പോൾ അങ്ങ് മേടിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ ഡ്രസ്സ് മേടിച്ചത്. കാരണം ഈ ഒരു ടൈമിൽ എനിക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഇതാവും. അതുകൊണ്ട് ഞാൻ അപ്പോഴേ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്, വേറെ ഒന്നുമില്ല, ഡെക്കറേഷൻ അങ്ങനെയൊന്നുമില്ല, കേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. എന്തായാലും അവർ വരാനൊരു 20 മിനിറ്റ്സ് എങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കേക്ക് നോക്കാം. ഞാൻ ഇച്ചിരി എക്സ്പെക്റ്റഡ് ആണ് കേക്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നോക്കിയാൽ ഹൗ ബ്യൂട്ടിഫുൾ. ക്യാമറയിൽ ഇതത്ര അറിയില്ലെങ്കിലും കേട്ടോ, ലൈക്ക് റിയലി കാണാൻ ഇത് നൈസാണെന്നറിയാവോ. സീരിയസ്ലി എൻ്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കേക്ക് സെറ്റ് ചെയ്യണം. ലൈക്ക് റിയലി ലൈക്ക് ഞാൻ റെഫറൻസ് ചുമ്മാ ജസ്റ്റ് അയച്ചു കൊടുത്തായിരുന്നു ആൻറ്റിക്ക്. ലൈക്ക് ആൻറ്റി ഇതുപോലെ പറ്റുവാണെങ്കിൽ ചെയ്യൂ. ഇല്ലെങ്കിൽ സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിയലി എനിക്ക് എന്തോ എത്ര ആൻറ്റി അടുത്ത് താങ്ക്സ് ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ആൻറ്റി ഒരു കേക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ. ആൻറ്റി ഫോട്ടോസും കാര്യങ്ങളും ഇടുമ്പോഴും ഞാൻ ലൈക്ക് എന്നെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്, അപ്പം അവനോട് ഞാൻ പറയാറുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി എനിക്ക് എന്തോ ഭയങ്കര ഇമോഷണലി നല്ല രസമുണ്ട്. നമ്മൾ കടയിൽ നിന്ന് പൊതുവെ വാങ്ങുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഏകദേശം ഒരു മോഡലാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആഗ്രഹിച്ച പോലെ ആൻറ്റി പറഞ്ഞു ഞാൻ നോക്കാം, മാക്സിമം പറ്റുന്നവരെ ഏകദേശം ആക്കിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അതിനകത്തുള്ള ഞാൻ പെട്ടെന്നാണ് പറഞ്ഞു. ഇന്നലെ നൈറ്റായിരുന്നു റെഫറൻസ് അയച്ചു കൊടുത്തത്. അപ്പം ആൻറ്റിക്ക് ബുദ്ധിമുട്ടല്ലേ, സാധനം ഇന്ന് സൺഡേയും കൂടിയാണ്. അപ്പം സാധനം മേടിച്ച് സെറ്റാക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എൻ്റെ പിന്നെ ഉള്ളത് വെച്ച് ശരിയാക്കി തരാം. പക്ഷേ എനിക്കെന്തോ ഞാൻ അയച്ചു കൊടുത്തതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഡിസൈനുള്ള. ഞാൻ ഇതുവരെ ഇതൊന്നും മേടിച്ചിട്ടില്ല. അപ്പം അതെനിക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടാണ് ആൻറ്റി ഉണ്ടാക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് ആൻറ്റി. സീരിയസ്ലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് പറയണമെന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് അവർക്ക് എന്തായാലും അറിയാം ഒരു കേക്കിൻ്റെ കാര്യം. പക്ഷേ അവരെ കൊണ്ട് മുറിപ്പിച്ച് അത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, സീരിയസ്ലി നമുക്ക് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുവരെ ജസ്റ്റ് ഒന്നൊന്നും എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, സെറ്റ് ചെയ്യാം. അപ്പം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇത്ര സമയം എടുത്തതെന്ന്. ഇതുവരെ എൻ്റെ അച്ഛനമ്മ വന്നില്ല. കാരണം ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. അപ്പോഴത്തേന് വരുമ്പോൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ 7 മണിക്ക് ശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു 6:45 അപ്പോൾ റെഡിയായി, 7:15 സോറി. അപ്പം കേക്ക് അപ്പോഴത്തേന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ആൻഡ് ഇവിടെ ചെറുതായിട്ടൊരു അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോ യു, ലൈക്ക് കാണിച്ചു തരാം. ഞാൻ എടിപിടിയായിട്ട് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പെട്ടെന്നൊരു പേപ്പർ എടുത്ത് ഇതെഴുതി.
ഇതെഴുതിയാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 26 സെറ്റാക്കി. ദെൻ ഇത് വെച്ചു. ദെൻ ഒരു ലെറ്റർ ഉണ്ട്, അങ്ങനെ കത്തി. ആൻഡ് ഇതാണ് ഞാൻ ലാസ്റ്റ് ഇയർ കൊടുത്ത ഗിഫ്റ്റ്, അച്ഛനമ്മയ്ക്കും കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ അതും കൂടി ഇവരുടെ ഒരു ഫോട്ടോ ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഫുൾ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെയുണ്ട് കുറേ. ഇതൊക്കെ പെട്ടെന്ന് ഞാൻ ചെയ്തതാണ് കേട്ടോ. ആ ഒരു ലൈക്ക് ഇപ്പോൾ വരുമെന്നൊരു ഹോപ്പിൽ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു സംഭവമാണിത്. ആൻഡ് ഇതൊരു പേഴ്സണലായിട്ടുള്ളൊരു ലെറ്ററും ബാക്കിൽ ഞാൻ ജസ്റ്റ് ഒരു ലൈക്ക് അവർ വരാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ വരുമെന്നൊരു വെയിറ്റ് ചെയ്യുന്നു, പക്ഷേ ഇതൊരു കാണുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ കുറേ നേരം പാട്ടൊക്കെ ഇട്ട് കേട്ടു. അങ്ങനെ അലോണാണ്, വീട്ടിലാരും ഇല്ല, അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് പുറത്ത് പോകാൻ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കേക്ക് കാണിച്ചു കൊടുക്കണം, കട്ട് ചെയ്യണം, അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. പക്ഷേ ഇതുവരെ വന്നില്ല. മേ ബി എന്തെങ്കിലും തിരക്കാണോ വീട്ടിൽ പോയത്, മേ ബി തിരക്കാണ്, നമ്മൾ ഇതാക്കണം. പക്ഷെ എന്തായാലും എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അതിൻ്റെതായ ഒരു സങ്കടം ഉണ്ട്. ആൻഡ് വരുമ്പോൾ വീഡിയോ ലൈക്ക് അവർ നേരെ വരുന്ന അവിടെ നിന്നാണ് കേട്ടോ. അപ്പം വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല, കാരണം ഹെൽമെറ്റൊക്കെ വെച്ചാണ് വരുന്നത്. നോക്കട്ടെ, മേ ബി ഞാൻ ഇപ്പോൾ കേക്ക് വയ്ക്കുള്ളൂ, വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് വയ്ക്കുള്ളൂ. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ല. ഞാനൊരു ഡോർ ലോക്ക് ചെയ്ത് വരുമ്പോഴത്തേനും പെട്ടെന്ന് പോയി ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്ത് ഇവിടെ കൊണ്ട് വെക്കണം ആൻഡ് വരണം, അതാണ്. അപ്പം ഞാൻ വരുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പോൾ കേക്കൊക്കെ മുറിച്ചു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് കേക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ടേസ്റ്റുണ്ട്. നമുക്കൊന്നും കൂടി കട്ട് ചെയ്ത് കഴിക്കാം. അപ്പം ഞാൻ പ്രതീക്ഷ സർപ്രൈസ് ആയിട്ടുണ്ട്, പക്ഷേ വീഡിയോ കറക്റ്റ് സമയത്ത് ഓണായില്ല, അതാണ് എനിക്ക് പറ്റിപ്പോയി അബദ്ധം. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടു തുറന്നു കേട്ടോ, പക്ഷേ വീഡിയോ പ്ലേ ആയില്ല. എനിക്കത് ഭയങ്കര ഒരു ഇതായി പോയി. കുഴപ്പമില്ല. പോവാണിപ്പം. ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞല്ലോ, അപ്പം അതിനുള്ള തിരക്കിലാണ്. അപ്പം അവിടെ ചെന്നിട്ടുള്ള വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നു. ഇപ്പോൾ സമയം എനിക്കൊന്ന് 9-10 മണി ആയിട്ടുണ്ട്. ആൻഡ് എനിക്ക് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി പാളയത്തോട് വന്നത് 9 മണിയൊക്കെ ആയപ്പോഴാണ്. പക്ഷേ നമ്മളൊരു അരമണിക്കൂർ കൂടുതൽ അവിടെ വെയിറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബസ്സുകളൊന്നുമില്ല. അപ്പോൾ ഊബർ വിളിച്ചിട്ട് ഊബറും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവിടെ കിടന്നൊരു ഹോട്ടലിലാണ് വന്നത്. മണി 9:50 അങ്ങനെ എന്തോ ആണ്. ഞാൻ വന്ന് പിന്നെ മുടി ഒന്ന് നനച്ചു, ഹെയർ വാഷും ചെയ്ത് ഞാൻ അവിടെ ഇരിക്കുവാണ്. അമ്മ പിന്നെ അവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി തലയ്ക്ക് ഒന്ന് കഴുകിയിട്ട് കിടന്നിറങ്ങിയ. അപ്പം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് പറയുകയാണെങ്കിൽ നല്ല ഒട്ടും പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഓൾറെഡി അമ്മയ്ക്കറിയായിരുന്നു കേക്കിൻ്റെ സംഭവം.
അച്ഛനറിയത്തില്ലായിരുന്നു, അതൊരു സർപ്രൈസ് ആയിരുന്നു. ഇതിപ്പോൾ രണ്ടുപേർക്ക് അറിയത്തില്ല. പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ലൈക്ക് ഞാൻ പോകുന്ന ടൈമിൽ ഞാൻ പുറത്ത് പോകുമെന്ന് പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞ എന്തോ ഉടായ്പുണ്ടെന്ന്. അപ്പോൾ അമ്മ വിചാരിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലൈക്ക് എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചു എന്ന്. പക്ഷേ കേക്കാന്നൊക്കെ പ്രതീക്ഷയില്ല. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേക്ക്. അപ്പം ഞാൻ പറയണ്ടല്ലോ, കാരണം എനിക്കും ഇഷ്ടപ്പെടും. നല്ല വൈറ്റ് ചോക്ലേറ്റിൻ്റെതാണ്, ലൈക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ്, സോറി പറയും വൈറ്റ് ഫോറസ്റ്റ് ആണ്. പക്ഷേ വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ പൊതുവേ കഴിക്കുമ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എനിക്ക് അറിയത്തില്ല ഇനി ഇങ്ങനെ മേടിച്ചുകൊണ്ടാണോ എന്താ എനിക്കറിയത്തില്ല എന്താ പറയണതെന്ന്. പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നു. ഫുഡ് എന്താ കഴിച്ചത്? ഞങ്ങൾ ഷവായിയും ബെറോട്ട, ദെൻ ഞാൻ പിന്നെ ഒരു വാനില വിത്ത് ബ്രൗണി കഴിച്ചായിരുന്നു. സൂപ്പർ സെറ്റ് കഴിച്ചായിരുന്നു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അച്ഛൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് 2 ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ സാറും ഒന്നിൻ്റെ മാമനുമാണ്. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു ഡിസ്കംഫർട്ടബിൾ ആണെന്നാണ് വീഡിയോ എടുക്കാത്തത്. പെട്ടെന്ന് കിട്ടി ഫുഡ്. ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുന്നു. ഞാൻ സംസമിൽ പോയതുകൊണ്ടേ നേരത്തെ പോയിട്ടുള്ളത് നല്ല തിരക്കായിരുന്നു, പക്ഷെ കുഴപ്പമില്ലാതെ കിട്ടി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ.